ഗൈസ് വെൽക്കം ബാക്ക് ടു മെഹനു ചാനൽ. അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ എക്സ് വൈഫിനെ പോലെ നിങ്ങളെല്ലാ ജനങ്ങളും പറഞ്ഞ് ഒരു സെലിബ്രേറ്റ് ആക്കിയ ഒരു വ്യക്തിയുണ്ട്. ആ കുട്ടിയുടെ പേരാണ് നാഫി എന്ന്. അപ്പം ഞാൻ ഇന്ന് ആ ഒരു സെലിബ്രിറ്റീൻ്റെ അടുത്ത് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇത് വെൽക്കം ചെയ്യാം നമുക്ക്. തടി വെച്ച് മൂപ്പത്തി. അപ്പോൾ എന്താണ് പറയാനുള്ളത് ഗൈസ്? എന്താ പറയാനുള്ളത്? പറ. നാണക്കിട കളിക്കുന്നൊക്കെ എൻ്റെ മോനെ നൗഫി. ഇതാണ് നൗഫി. അതേപോലെ തന്നെ നാഫിയുണ്ട്, നൗഫിയുണ്ട്. അപ്പോൾ നമുക്ക് നാഫീൻ്റെ അടുത്ത് കുറച്ച് ചോദ്യം ചോദിക്കാനുണ്ട്. എന്താണ് നാഫി എന്നെ കുറിച്ച് പറയാനുള്ളത്? നല്ലതോ? നല്ല അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ പരിചയപ്പെട്ടതിൽ ഏറ്റവും എന്നെ തെറി വിളിച്ച പണ്ടത് പേര് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വന്ന് കമന്റ്. പക്ഷെ മെസ്സേജ് അയച്ചിട്ട് നല്ല ഒരു വ്യക്തിയാണിത്. എൻ്റെ സ്വന്തം പങ്ങളെ പോലെ പോലെയാണത്. അപ്പോൾ പറയാനുള്ളത് വെച്ചാല് എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ആങ്ങളെ പോലെ കണ്ടിട്ട് ഒരാൾ ഇപ്പോൾ ഒരുപാട് കമൻറ്റും ഇതൊക്കെ വരുന്നുണ്ടല്ലോ. അതിലേക്ക് പറയാനുള്ള വെച്ചാൽ എനിക്ക് അങ്ങനെ ഒന്നും ആളെ വേടടിച്ചിട്ട് തോന്നിയിട്ടില്ല. അത് ഞാൻ കാര്യത്തിലാണ് പറയുന്നത്. വേടടിച്ച് നമ്മളപ്പം ബ്ലോക്ക് ആക്കില്ലേ. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മെഹനു അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നല്ല സത്യം. എങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്തൊക്കെ മെഹൻ എന്തെങ്കിലും പറഞ്ഞു വന്നിട്ടുണ്ടോ? ഇതുവരെ എൻ്റെ അടുത്ത് ഒരു സംഭവമായിട്ട് മെഹൻ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും നല്ലപോലെ മുന്നോട്ട് പോണത്. ഇന്നും അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹ് തൗഫീഖ് തരട്ടെ. ആമീൻ. അപ്പോൾ അപ്പിനെ കണ്ടതിൽ സന്തോഷം. ഞാൻ കുറേ കാലം മുന്നേ ജസ്റ്റ് എല്ലാവരും ഇപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും ഇങ്ങനെ മെൻഷൻ ഇട്ട് എനിക്ക് റീൽ അയച്ചിരും. ഇവിടെ റീൽ ഡെയിലി അയച്ചിരും. ആൾക്കാർ അയച്ചു തന്നിട്ട് ഇങ്ങനെ പറയും എൻ്റെ എക്സ് വൈഫിനെ പോലെ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഇവിടെ വീഡിയോസ് ഡെയിലി ഇട്ടുതരും. അപ്പോൾ അന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണണം തോന്നി. പക്ഷെ ആ ഒരു ഭാഗ്യം അന്ന് ഉണ്ടായിട്ടില്ല. കാരണം അന്ന് ഫുള്ള് നമ്മൾ ശത്രുക്കളായിരുന്നു ഗായ്സ്. അപ്പോൾ ആ ഒരു കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇന്നാണ് അത് ഉണ്ടായത്. അപ്പോഴത്തേക്കോള് തടി വെച്ച് അങ്ങോട്ട് എത്തി. കുറച്ച് കഴിയുമ്പോൾ കുറയും അല്ല ഇൻഷാ അല്ലാ. പിന്നെ വേറെ എന്ത് വിശേഷം? ഇപ്പം നമ്മളുള്ളത് ഇവിടെ നാട്ടിലാണ്. ശാലയത്താണ് മെഹനു വന്നിട്ടുള്ളത്. അങ്ങനെ ഇവിടെ ബീച്ചൊക്കെ പരിചയപ്പെടുത്തി. അടിപൊളിയുണ്ട്, സൂപ്പറാണ്. ഉമ്മ ഉണ്ട്, കുട്ടിയുണ്ട്, പിന്നെ ഒരു ഫ്രണ്ട് ഉണ്ട് കണ്ണൂരുള്ള. ഒരുപാട് സന്തോഷമുണ്ട് കണ്ടതിൽ സന്തോഷം. അതെ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഗൈസ് എന്തെങ്കിലും നാഫീനോടും എന്നോടും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കണല്ലേ? അതെ, പറയണോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇൻഷാ അല്ലാ നമുക്ക് പറയാനുള്ളത് നമ്മളും പറയുന്നതായിരിക്കും. അപ്പം എന്താ പറയുക, വേറൊന്നും പറയാനില്ലല്ലോ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹലോ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ്. ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. സൗണ്ട് കേൾക്കുന്നുണ്ടോ അറിയില്ല, നല്ല റഷ് ഉണ്ട്. ഓക്കെ, പറഞ്ഞു നിൽക്കുക. ഞാൻ വ്ളോഗിൽ എൻ്റെ സബ്സ്ക്രൈബറോട് പറഞ്ഞത് എന്നോടല്ല. അപ്പോൾ അത് മാത്രമല്ല, ഇന്ന് ഫുള്ളും മെഹനയുടെ ചിലവാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും ഫുള്ള് ഇവന്റെ ചെലവായതുകൊണ്ട് പൊളിക്കും അല്ലേ? നമ്മളെ ഊറ്റിപ്പിഴിയുന്ന മാനുവിന് നോ പ്രോബ്ലം. ഫുഡ് എന്ത് വേണമെങ്കിലും കഴിച്ചോ, നോ പ്രോബ്ലം. അതുകൊണ്ടാണ് നമ്മൾ വിടാത്തത് അല്ലേ? എന്താ മെഹനു എനിക്ക് പറയാനുള്ളത്? എനിക്കിപ്പോൾ പറയാനുള്ളത് എന്തെന്ന് വെച്ചെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്താ പറയാ, എനിക്കിപ്പോൾ പറയാനുള്ളത്, ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആദ്യം കയ്യാൻ പോയിട്ട് പോകും. എന്നിട്ട് ലാൽത്തില ആൾക്കറിയില്ല വരെ അപ്പൊ എന്തെല്ലാം ഓർഡർ ചെയ്തേ? പറഞ്ഞോടുത്തേ. നമ്മൾ എന്തെല്ലാം ഓർഡർ ചെയ്താ? ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിന്, പിന്നെന്താ ഹണി അൽഫാം, ബീഫ് ചില്ലി, ബീഫ് പെപ്പർ, പിന്നെ എന്ത് ബട്ടർ നാന, പൊറോട്ട, എല്ലാം മറ്റേ എല്ലാ സംഭവങ്ങളും ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്യും ഫസ്റ്റ്. എന്നിട്ട് ഏതാണ് ഇഷ്ടപ്പെട്ട് നോക്കട്ടെ. മലപ്പുറം അല്ലത് കോഴിക്കോട് ജില്ലയിൽ ഈ ഹോട്ടലിൽ ആദ്യമായിട്ടാണ് ഞാൻ കയറുന്നത്. കോഴിക്കോട് ഏകദേശം ഞാൻ ഫറൂഖ ഏരിയയിൽ
ഫറൂഖ് ഏരിയ അല്ല, പേട്ടയില്, ഫറൂഖ് പേട്ടയിലാണ്. പേട്ടയിൽ. അവിടാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അതെ, അപ്പൊ നമ്മൾ പേട്ടയിലാണുള്ളത്. ഓക്കെ, പേട്ട കഴിഞ്ഞ ഓക്കെ, കേട്ട് ശീലമായത് പ്രശ്നമില്ല. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ. ഫുഡ് വന്നിട്ട് നമുക്ക് കാണാം. ഇതെന്തൊക്കെ വന്നത്? ഇതെന്ത്? ഗ്രേവി, പൊറോട്ട, ബട്ടർ, അൽഫാം, ക്വാർട്ടർ, കുബൂസും ഉണ്ട് കേട്ടാ. ഇനി എന്തോ വരാനുണ്ടല്ലോ, മിസ്സായിപ്പോയി നിനക്ക് കാണാൻ. അങ്ങനെ ഫുഡെല്ലാം കാലേക്ക്. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? അടിപൊളി. മോക്കെന്താ പറയാനുള്ളത്? ഇതില്ല, നീന്റെ കോമഡി തന്നെ ഒന്ന് വേറെ തിന്നിട്ടില്ല അവള്. അങ്ങനെ ഒന്നും കൂടെ കാണിക്കണം, അതേപോലെ കാണിക്കണേ. അപ്പൊ ഓക്കെ, ബൈ. തങ്കമനസിൻ പീലിക്കടവിലെ താമര പെൺപൂവേ, നിന്റെ കിനാവിൻ രാജകുമാരനോ രാവണിത്തേ